അപ്പൊ കാണാം. എന്തിന് കാശ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വൈകുന്നേരത്തുള്ളിൽ ബാക്കിയിട്ടുണ്ട്. ചെല്ല്. എന്തോന്നാണ് ഇത്? നീ ഈ പിള്ളേരെ കൂടെ ചീത്താക്കൂ? എന്ത് ചെയ്താക്കാൻ? ഞാൻ വാഷി സോപ്പ് കൊടുത്തല്ലേ അവന്. നിന്റെ വാഷി സോപ്പല്ലേ നീ എൻവലപ്പിട്ട് ഒട്ടിച്ചു കൊടുക്കണേ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റന്റെ കാര്യത്തിൽ ഇടപെടല്ലെന്ന്. മര്യാദയ്ക്ക് നാളെ സമയത്തിന് കളിക്ക് വരാൻ നോക്ക്. ആ അതിനൂടെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ സംശയമാണ്. കോളേജിൽ നിന്ന് അഡ്മിഷന്റെ വിളിയൊന്നും തുടങ്ങി. എടാ നീയൊക്കെ 10 കാശുണ്ടാക്കാൻ വേണ്ടിയില്ല പഠിക്കാൻ പോണത്. ആ സമയത്ത് ഈ ഗ്രൗണ്ടിൽ കിടന്ന് കളിച്ചാലും കിട്ടുള്ള പൈസ ഈ പൈസ അല്ല. ആ ഇങ്ങനെയുള്ള വിവരക്കേട് പറയാതിരിക്കാൻ വേണ്ടിയാണ് ആളുകൾ കോളേജിൽ പോകുന്നത്. നീ അങ്ങനെ ഒരുപാട് ബ്രെയിൻ ഉപയോഗിക്കല്ലേ? ഓടാ അവിടെ നിന്ന്. ശരിയാക്കി പഠിച്ച് രക്ഷപ്പെടുന്നുണ്ടോ ഇവനൊന്നും സഹിക്കൂല. കേറ് പോളെ. മറ്റവന്മാരെ കൂടെ കളിക്കൊണ്ടുപോടാ. ഈ അവന്മാര് ഇനി വരുമെന്ന് തോന്നുന്നില്ല. എന്ത് ഈ പറഞ്ഞ തന്നെ അഡ്മിഷൻ സാറേ. സാറേ നോട്ടിപ്പോയി സാറേ. എൻ്റെയും അപ്പൻ്റെയും കൂടെ ചേർത്ത് ഈ ഫീസ് ഒരു ഫാമിലി പാക്കേജ് ആക്കാൻ വല്ല ചാൻസ് ഉണ്ടോ? അല്ലാതെ നന്നാവൂല. എടോ ഇമാതിരി ചീള് കേസ് ഞാൻ ഏറ്റെടുക്കാത്തത് മുതലാവത്തോണ്ടാ. അപ്പോഴാണ് ഫാമിലി പാക്ക്. അതിപ്പോ സാറിന് മുതലാൻ വേണ്ടിട്ട് നമുക്ക് ആരെങ്കിലും കുത്തിക്കൊല്ലാൻ പറ്റൂ? എടോ ഇമാതിരി പ്രശ്നത്തിൽ ഇന്ന് ചാടരുതെന്ന്. എത്ര കയറി? 5. ഈ ചള്ള് ചെക്കന്മാരെ കാരണം മഹാ മെനക്കേടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവർക്ക് ഇത് എന്താടാ വേണ്ടത്? ഒന്ന് തള്ളിയതിന്റെ പേരിൽ. അപ്പൊ അവന്റെ കണ്ണാടിയോ എടുത്താ എന്ത് യൂസ് ചെയ്യുന്നില്ലേ? അതുപോലെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം. കോളേജിൽ വെച്ചേ ആ പയ്യനെ റാഗ് ചെയ്ത് പോയിട്ട് അവന്റെ മുഖത്ത് നോക്കേണ്ട കാര്യം പോലും മറന്നേക്ക്. റാഗ് ചെയ്യാണ്? അതിന് നമ്മളെന്തിനാ അവനെ റാഗ് ചെയ്യണം? അപ്പൊ നീ അറിഞ്ഞില്ലേ അവൻ ജോയിൻ ചെയ്യാൻ വരുന്നത് നിന്റെ കോളേജിലാ. നോക്കി അങ്ങോട്ടൊക്കെ നടന്നോ ഓടെ. പെട്ടെന്ന് ഇറങ്ങി ചേട്ടാ എത്രയായി? 30. ഇച്ചിരി ഗ്യാപ്പ്. കോളേജ് 10 10 10 30. ഏട്ടാ ഏട്ടാ ഇതോ അവൻ പോണു. അവന്റെ 10 വേണ്ടേ? കണക്ക് തെറ്റി. 15 15 30. ഏട്ടാ 5 രൂപ തരാ. ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയുവാണ്. അവന്റെ കൂടെ ആരെങ്കിലും നോക്കിയിട്ടൊക്കെ മതി തല്ലുന്നതൊക്കെ. ഒന്ന് പോടാ അവിടെ. അപ്പൊ തല്ലുന്നില്ലേ? തലേ കയറാതിരിക്കാൻ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയാൽ മതി. അല്ലാനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ധൈര്യം എടുത്തും എന്താടാ ചോർന്നു പോന്നെ? ഭാഗ്യം. ഞാൻ കരുതി നീ കോളേജിൽ കാല് വെക്കുമ്പോഴേ അവനെ അടിക്കുമെന്ന്. മുമ്പിൽ കിട്ടിയ ചിലപ്പോ അവനെ ഞാൻ തല്ലിന്നിരിക്കും. കേട്ടല്ലോ. ഇതിപ്പോ കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ത പോലെ ഉണ്ടല്ലോ. എന്താടാ? വന്ന് വന്ന് ഓ മൈ ഗോഡ്, ഒറിജിനൽ ചന്ത. അതെ, ഇനിയിപ്പോ എന്താ ചെയ്യേ? നീ ഇങ്ങനെ പതറല്ലേ? നീ കുറച്ച് ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ടേ അങ്ങോട്ട് നടന്നോ. ആറ്റിറ്റ്യൂഡ് എങ്ങനെ? കണ്ട പേടിക്കണ കണ്ട. ഇത്രേ ഉള്ളൂ. ഇവന്മാരൊക്കെയാണ് ഒളിച്ചും പാത്തും വന്ന് ഞോണ്ടാ നിൽക്കുന്ന. ഇനിയും വരുന്നിടത്ത് വെച്ചാണ്. അതേ പോണു. പാടാ ഒന്ന് പേടിപ്പിച്ചിട്ടേക്കാം. ഒരു കാരണവശാലും നീ എന്നെ കൈവിടല്ലേ. കണ്ണാടി എടുത്തോണ്ട് ഓടിയാലോ? ആ ഓടിക്കോ. പിന്നെ ആ വഴിക്കങ്ങ് പൊക്കോണം. ആളാകെ മാറിയല്ലോ. ഞാൻ പറഞ്ഞില്ല അവൻ തല്ലാൻ ആളെ ഇറക്കുന്നു. ആരാ കുഞ്ഞമ്മേ? ഒന്ന് പോടാ. നിങ്ങളെന്താ ഇവിടെ? അനുപമ എവിടെയാ ചേർന്നേ? എക്കണോമിക്സിന് തന്നെയല്ലേ? ആ കോമേഴ്സ് തന്നെ. വാ പിന്നാലെ കയറിയതേ ഉള്ളൂ. മോനും കോമേഴ്സ് തന്നെ. അതെ, എക്കണോമിക്സ്. മിടുക്കൻ. പിന്നെ ഒന്നും ആരോടും പറയാൻ പറ്റിയില്ല. അങ്കിള് VRS എടുത്ത പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. അനുപമയുടെ സംസാരിച്ചത് എങ്ങനെയാ? കുട്ടികൾ ക്ലാസ്സിൽ പോകണ്ടേ? ഞാനാണോ സംസാരിച്ചത്? നീ അല്ലേ സംസാരിച്ചെന്ന്? നിങ്ങൾ ക്ലാസ്സിലോട്ട് പോകും. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആയിട്ട് മോശം ഇമേജ് ഒന്നും ഉണ്ടാക്കണ്ട. ശരി. അയ്യോ പറയാൻ വിട്ടുപോയി. മറ്റന്നാ ഞങ്ങളുടെ അവിടെ ഊണ്. അങ്കിളിന്റെ പിറന്നാളാണ്. പഴയ വീട്ടിലല്ല, അമ്മയ്ക്കറിയാം പുതിയ സ്ഥലം. ദേ 2 പേരും വരണം. ശരി. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. നന്നായി വരട്ടെ. അനുഭവം വന്നിട്ടുണ്ട്. വാ. ഇതെങ്ങോട്ട്
ഇങ്ങോട്ട് തുള്ളിച്ചോടി പോ. നീ ഇതോടായിരുന്നു. ഒരാളെങ്കിലും ക്ലാസ് കണ്ടുപിടിക്കില്ലേ? എന്നിട്ട് കണ്ടുപിടിച്ച ഇല്ല, അവൻ ഇത് എങ്ങോട്ട് ഓടിപ്പോയത്? അവന്റെ പഴയ അനുപമയില്ലേ, ആ. അവൾ ഇവിടെ അഡ്മിഷൻ എടുത്തിരിക്കും. അയ്യേ, ഇവിടെ ഈ കോളേജിലാ? അപ്പൊ ബോംബെ പഠിച്ചിട്ടും ബോധമില്ല. എവിടെ? എന്തായി കണ്ടാ? ഇതിന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് ശരി. അപ്പൊ ഇതൊരു സ്പോട്ട് ചെയ്തില്ലേ? പിന്നെന്തോ പ്രണയം? സ്പോട്ട് ചെയ്യാൻ അവളെന്താ പുള്ളിപ്പുലേ? നിനക്ക് ഇതിന്റെ ഒരു നാക്കറിയില്ല. ഞാനും കൂടെ വരാം. ഇങ്ങോട്ടാ കണ്ടുപിടിക്കണ്ടേ? നീ ഇവിടെ ഞാൻ ഉണ്ടായിക്കോളാം. എല്ലാരും ഒന്നും ഇങ്ങോട്ട് നോക്കിയേ. ഇതിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണോ നീ വർഷങ്ങളായി മേശപ്പുറത്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്? വല്ല മരത്തിലും കൊണ്ടൊട്ടിയാറോ? എന്തൊരു അഹങ്കാരം. ചേർന്ന് നിന്നോളൂ, അടുത്ത് നിന്നു. ഓക്കെ, റെഡി, സ്മൈൽ. എടാ, അവൾക്ക് ഇനി എന്നെ ഓർമ്മയില്ലാണ്ടായിരിക്കൂ. പണ്ട് കുഞ്ഞിലെപ്പോഴോ കണ്ടല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യും, നീ ആ പഴയ പാവയും കെട്ടിപ്പിടിച്ച് അവളെടുത്ത് ചെന്ന് നോക്ക്, ഓർമ്മയുണ്ട്? എടാ, നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂ? എന്ത്? അപ്പൊ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് ക്ലാസ് ഇല്ല. നമുക്ക് ഇവിടുന്ന് പരിചയപ്പെട്ട് തുടങ്ങിയാലോ? ഇത് കഴിയുമ്പോ ഒന്ന് ചോദിക്കും. പറ്റൂല. എന്റെ പേര് അനുപമ. മിസ് അനുപമ. അനുപമയ്ക്ക് എന്താണ് നാട്ടിൽ ഫ്രണ്ട്സ് ഇല്ലാത്തത്? ബോംബെയിൽ മാത്രമേ ഏതവനാടത്? വല്ല ചോദ്യം ഉണ്ടെങ്കിൽ അവസാനം ചോദിക്കണം. ഈ ചോദ്യം ചോദിക്കലൊക്കെ ക്ലാസ് തുടങ്ങുമ്പോഴും കാണണം. നീ ഇതിന്റെ ബാക്കി കഥകളിൽ റൂട്ടുണ്ട്. എൻ്റെ പേര് അനുപമ, അനുപമ സോമൻ. പഠിച്ചതും വളർന്നതൊക്കെ ബോംബെയിലാണ്, ദാദർ. സെൻറ് മേരീസ് സ്കൂളിലായിരുന്നു 10th വരെ. പ്രീ ഡിഗ്രി സെൻറ് സേവിയേഴ്സിൽ. അച്ഛൻ HP-യിൽ ഏരിയ സൂപ്പർവൈസറായിരുന്നു. മം ഇസ് എ ഹൗസ് വൈഫ്. അവിടുത്തെ ഫാസ്റ്റായിട്ടുള്ള ജീവിതം മടുത്തും പിന്നെ എൻ്റെ പഠിത്തമെല്ലാം കണക്കിലെടുത്തും അച്ഛൻ VRS എടുത്ത് എന്നെ അമ്മയും കൂട്ടി നാട്ടിലോട്ട് വന്നു. സഹോദരങ്ങളൊന്നുമില്ല. ഒരു കസിൻ ബ്രദർ ഉണ്ട്, ആളൊരു കോപ്പറേറ്റീവ് ബാങ്കിലാണ്. പിന്നെ എന്താ, പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ആദ്യം ആരോ ചോദിച്ചതിന് മറുപടി. ഞാൻ ജനിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്. ഞങ്ങൾ തറവാട് ചേർത്തലയിലും. 9 വയസ്സായപ്പോഴേക്കും അച്ഛന് ബോംബെക്ക് ട്രാൻസ്ഫറായി. എൻ്റെ ഓർമ്മകൾ കൂടുതലും അവിടെയാണ്. പിന്നെ സുഹൃത്തുക്കൾ. അച്ഛന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എനിക്കങ്ങനെ ഇവിടെ സുഹൃത്തുക്കളൊന്നുമില്ല. എന്ന് വെച്ചാൽ ആരും ഇല്ല എന്നല്ല, എല്ലാവർക്കും ഉള്ള പോലെ വളരെ അടുത്ത് 1-2 പേര്. നമുക്ക് ഈ ബൈക്കൊന്ന് ബോംബെയിൽ എത്തിച്ചേരണമല്ലോ. ആ, റെയിൽവേയുടെ പാഴ്സൽ സർവീസ് ഉണ്ടല്ലോ. കൊണ്ടുപോവാ അല്ലേ? കൊണ്ടുപോവാ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തരണേ. പിന്നെന്താ? വിച്ചു, അങ്കിൾ എങ്ങോട്ടാ പോന്നെ? നിന്നെ ഒന്ന് കാണണമെന്നോർത്തിരിക്കുമായിരുന്നു. ഞങ്ങൾ ബോംബെക്ക് പോവാടാ. അങ്കിളിന് അവിടെ ഒരു ജോലി കിട്ടി. അപ്പോൾ ഇനി അവധിയാകുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വരണം കേട്ടോ. നീ വിഷമിക്കണ്ട, അനു ഇവിടെ ഉണ്ട്, കളിച്ചോ. മോളെ അനു, ദേ വിച്ചു വന്നിരിക്കുന്നു. അപ്പൊ കൂട്ടുകാരി വിളിച്ചെടുത്തിയതായിരിക്കും എന്നെ ഉപദേശിക്കാൻ. നല്ല അടിപൊളി ഷർട്ടാണല്ലോ.
കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നിന്റെ അമ്മ സത്യത്തിൽ വേറൊരാളെ കല്യാണം കഴിക്കാനിരുന്ന അവളുടെ അകന്ന ബന്ധത്തിലൊരാള്, അശോകനോ അങ്ങനെ എന്തോ ആയിരുന്നു അവളുടെ പേര്. എൻ്റെ അമ്മ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം അന്ന് ഇയാൾ അവിടെ അവളുടെ സീനിയറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾക്ക് അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കല്യാണക്കാരും വീട്ടിൽ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ പുറകെ നടന്ന് അവളെ കൊണ്ട് ആ ബന്ധത്തിന് സമ്മതിപ്പിച്ചു. നിന്റെ അമ്മ വിവരമൊക്കെ അപ്പം തന്നെ അവളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു. അവനത് പ്രതീക്ഷിച്ചില്ല. എന്നിട്ടെന്താ ആ പേടിത്തൊണ്ട നാട് വിട്ടു. നാട് വിട്ടാ? എന്തിന്? ആർക്കറിയാം. ഇല്ലെങ്കിൽ ഞാനെങ്കിലും രക്ഷപ്പെട്ടേനെ. അപ്പൊ ഈ അശോകനാണ് എല്ലാ പ്രശ്നത്തിന്റെയും കാരണക്കാരനല്ലേ? അങ്ങനല്ല. പിന്നെ അപ്പ അമ്മാന് പിന്നെ ആരാ? പറഞ്ഞിട്ട് പോ. ഞാനൊന്ന് പെണ്ണ് കാണാൻ ചെന്നപ്പോ സാവിത്രി അശോകന്റെ കാര്യമൊക്കെ എന്നോട് തുറന്ന് സംസാരിച്ചതാ. ശരിക്കും? പിന്നെന്തിനാ നിങ്ങൾ കല്യാണം കഴിച്ചേ? ഓക്കെ, പിന്നെന്തിനാ നിങ്ങൾ പിരിഞ്ഞേ? പിരിഞ്ഞത് നിങ്ങളല്ലല്ലോ, ഞാനല്ലേ. എന്തിന്? എടാ എന്തിനാന്നൊക്കെ ഇപ്പൊ ചോദിച്ചാ ഞാനെന്തോ പറയാനാ. ഞാനും ഒരു പഴഞ്ചൻ മൂരാച്ചി. എങ്ങനെ കൂട്ടിക്കോ? ഓരോന്നിന്റെ ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കി വന്നപ്പോ വൈകി പോയി. ചുമ്മാ ഒന്ന് പോവാച്ചാ. അച്ഛൻ വെറുതെ അമ്മയെ ഡിഫെൻഡ് ഒന്നും ചെയ്യണ്ട. എനിക്ക് അറിഞ്ഞൂടാ അമ്മയുടെ സ്വഭാവം. നീ ഇനി ഇത് പറഞ്ഞു വെറുതെ അമ്മയോട് വഴക്കിന് നിൽക്കണ്ട. നിന്റെ എല്ലാ കാര്യങ്ങളും ഇതുവരെ നോക്കി നടത്തിയ നിന്നെ വളർത്തിയത് നിന്റെ അമ്മയാ, ഞാനല്ല. അതോർമ്മ വേണം. പക്ഷെ പൈസ കൊടുക്കുന്ന അച്ഛനല്ലേ? എന്നാര് പറഞ്ഞു? ഞാൻ മാത്രമല്ല, നിന്റെ അമ്മയും സമ്പാദിക്കുന്നു. ശരി, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, എന്നാ പിന്നെ നിന്റെ നെക്സ്റ്റ് പ്രശ്നം പറഞ്ഞു. നെക്സ്റ്റ് പ്രശ്നം? എന്ത് നെക്സ്റ്റ് പ്രശ്നം? എടാ, നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് സോൾവ് ചെയ്തിരിക്കണം. അതാണ് എനിക്ക് തന്നിരിക്കുന്ന ടാസ്ക്. പെട്ടെന്ന് പറ. പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അങ്ങനല്ലല്ലോ. എന്താ അങ്ങനെയല്ലല്ലോ? അനു എന്ത് പറഞ്ഞു? പറയുന്നത് പോയിട്ട് അവൾക്കിപ്പോ എന്നെ ഓർമ്മ പോലും ഇല്ല. അതാ അവസ്ഥ. അച്ഛാ, നമുക്ക് ഈ ജീവിത പ്രശ്നം അടുത്ത പ്രാവശ്യം സംസാരിക്കാം. ഇനി സിഗരറ്റ് ചോദിച്ച ചവിട്ടിന് പറഞ്ഞേക്കാം. പോയി കിടന്നു. പിന്നെ ആ ചെക്കൻ്റെ കാര്യം മനസ്സിലായി. ഞാൻ തല്ലി പിടിക്കില്ല. പോരെ? പോരല്ലോ. എടാ, ഞാൻ പറഞ്ഞത് നീയായിട്ട് തല്ലി പിടിക്കണ്ടെന്നാ. പക്ഷെ അവനെങ്ങാനും ഇങ്ങോട്ട് വന്ന ഇത് നിന്റെ ലൈഫിലെ ആദ്യത്തെയും അവസാനത്തെയും പഫായിരിക്കും. ഇന്നാദ്യത്തെ ആയിരിക്കും. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? അവന്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? അവൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അഥവാ കുഴപ്പമുണ്ടെങ്കിൽ തന്നെ എന്നോട് അല്ലെങ്കിൽ സാവിത്രിയോട് അല്ലെങ്കിൽ എന്നോട് പറയാം. ആ ചെക്കനുമായിട്ട് അവൻ ഒരു പ്രശ്നത്തിൽ
എന്തായി? ഒരിഞ്ഞ പോരാട്ടം. ആന്റി മുട്ട അറ്റാക്ക്, അങ്കിൾ കട്ട ഡിഫൻസ് വീഴും. എവിടെ പോന്ന? അവിടെ ഇരി. പോ. അങ്ങനെ വലിച്ചു കീറുന്നതിന് മുമ്പ് പോ. നിങ്ങൾ എന്താ അവരോട് സംസാരിച്ചത്? സൂക്ഷിച്ചു നോക്കി മുട്ടടിക്കുന്നില്ലേ? ഞാൻ അതിൻ്റെതായ രീതി പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ കോളേജ് മാറുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല? പിടിച്ച്. കോളേജ് മാറുന്നു. എടാ ഇക്കാര് ശരിക്കും ആർമിക്കാരനാണ്. ചിലപ്പോ നേവിയിലായിരിക്കും, അതായിരിക്കും തുഴയുന്നത്. മാറണം. കൈ നോക്കൊണ്ടിരിക്കുക. ഇപ്പൊ തരും. മാറങ്ങോട്ട്. എല്ലാ തവണത്തെയും പോലെ അവന് കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടിങ്ങ് പോന്നു. നിങ്ങളുടെ ഈ ഒരൊറ്റ സ്വഭാവം കൊണ്ടാ അവൻ എന്നെ വിലയില്ലാത്തതും നിങ്ങൾ അവന്റെ ഹീമാനായതും. ഹീമാനോ? ഇനി അവൻ കാണിച്ചു കൂട്ടാൻ പോകുന്ന അക്രമങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇതിനും മാത്രം എന്തക്രമമാണോ നീ ചെയ്തേ? എടാ ട്രെയിന് സമയമായി പോണ്ടേ? കുറച്ചും കൂടി നിന്ന് ഇവന്റെ കംപ്ലീറ്റ് ഓളത്തരങ്ങളും അറിയാൻ പറ്റും. പോയി വണ്ടി സ്റ്റാർട്ടാക്കി. സ്വിച്ച് കണ്ടുപിടിച്ച് വണ്ടിയതല്ലേ. പോങ്ങോട്ട് പോടാ. അതെ, നീ അങ്ങോട്ട് ചെല്ലുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനിയും തമ്മി അടിയിട്ടാലേ ചെയ്യാൻ ഡൈവേഴ്സ് ഒന്നും ബാക്കിയില്ലല്ലോ. എനിക്ക് ഒരു പരാതിയില്ല. ഇനി അവന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാനേ പോകുന്നില്ല. ഒരു സ്പൈഡർമാൻ വന്നിരിക്കുന്നു. അച്ഛാ വാ പോവാ സമയം. അതേ എങ്ങനെ ഉണ്ടായിരുന്നു വൈവാ? മുതിർന്നവരോട് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. ഇന്നലെ ലൈസൻസ് കിട്ടി, എന്നാലും ഇതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങാരോട് പുള്ളി കുറെ ഓടിച്ചിട്ടുണ്ടോ? ഏറൊക്കെ പോയല്ലോ. പിടിച്ച് തിരിക്കാം. അപ്പൊ എങ്ങനെയാ ഇനി നിന്റെ നെക്സ്റ്റ് ടാസ്ക്? എനിക്കെന്ത് ടാസ്ക്?